ദശലക്ഷം ജനങ്ങൾ മണ്ഡലകാലത്തിലും മാസാമാസവും ഒഴുകിയെത്തുന്ന ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ സാധിക്കുള്ളൂ. ശാസ്താവ് എന്ന പുരാണ പുരുഷന്റെയും അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷന്റെയും ചൈതന്യം ഉൾക്കൊണ്ട മൂർത്തിയായതുകൊണ്ടാകണം ശബരിമല ശാസ്താ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. ശാസ്താവ് എന്ന പുരാണ പുരുഷന്റെയും അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷന്റെയും ചൈതന്യം ഉൾക്കൊണ്ട മൂർത്തിയാണ് ശബരിമലയിൽ കുടികൊള്ളുന്നത് എന്നുകൊണ്ടാകണം ശബരിമല ശാസ്താ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. 18 മലകളുടെ നാഥനായ അയ്യപ്പൻ കുടിയിരിക്കുന്ന ശബരിമലയിലേക്ക് വർഷാവർഷം കോടിക്കണക്കിന് ആളുകളാണ് ദർശനത്തിനായി എത്തുന്നത്. ഇന്നത്തെ രൂപത്തിൽ നാം കാണുന്ന ശബരിമല ക്ഷേത്രം നിർമ്മിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പോളച്ചിറക്കൽ കൊച്ചുമ്മൻ എന്ന ക്രിസ്ത്യാനി കരാറുകാരനാണ് ഇന്ന് നാം കാണുന്ന ശബരിമലയുടെ ശില്പി എന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന സത്യമാണ്. ആദ്യത്തെ അഗ്നിബാധയ്ക്ക് ശേഷം അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ തീപിടുത്തത്തിൽ നശിച്ച ശബരിമല ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് ടെൻഡർ വിളിച്ചു. അഗ്നിക്കിരയായ ശബരിമല ക്ഷേത്രം പുനർനിർമ്മിച്ചതിന്റെ കരാറുകാരനായിരുന്നു പോളച്ചിറക്കൽ കുടുംബത്തിലെ കാരണവരായിരുന്ന കൊച്ചുമ്മൻ. വഴി പോലുമില്ലാതിരുന്ന സന്നിധാനത്തേക്ക് 450 അംഗ തൊഴിലാളി സംഘത്തെ നയിച്ചുകൊണ്ട് കുതിരപ്പുറത്തു പോയ സാഹസികനായിരുന്നു അദ്ദേഹം. ആനയും കടുവയും പുള്ളിപ്പുലികളുമൊക്കെയുള്ള കൊടും വനമായിരുന്നു അന്ന് ശബരിമല. അവിടേക്ക് പോയവർ തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ലാത്ത കാലം. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് അത്രയും അർപ്പണബോധമുള്ള വിശ്വാസികളായിരുന്നു അന്ന് തീർത്ഥാടനത്തിന് പോയിരുന്നത്. ശബരിമല ക്ഷേത്രത്തിന് കൊച്ചുമ്മൻ കരാറെടുത്തത് വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു. അന്ന് കൊച്ചുമ്മൻ കൊല്ലത്ത് തേവള്ളി കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ടെൻഡർ വിളിച്ച സമയത്ത് കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള മറ്റു കരാറുകാരും മുന്നോട്ട് വന്നില്ല. എന്നാൽ തിരുവിതാംകൂർ രാജ്യത്തെ പേരെടുത്ത കരാറുകാരനും ക്ഷേത്ര ചുമതലക്കാരനുമായിരുന്ന കൊല്ലം പേഷ്കാർ രാമരായരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൊച്ചുമ്മൻ അന്ന് ശബരിമലയുടെ കരാറെടുത്തത്. മികച്ച കരാറുകാരനായിരുന്ന കൊച്ചുമ്മൻ ക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് കുറച്ച് ലാഭം ലഭിക്കുമെന്നതിനാൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. കൊല്ലവർഷം 1079 ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ സന്നിധാനത്ത് വെച്ച് നിർമ്മാണം നടത്തുവാൻ ജോലിക്കാർ തയ്യാറായില്ല. അതിനാൽ കൊല്ലം പുതുകുളങ്ങര ക്ഷേത്രവളപ്പിൽ വെച്ചായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവിടെയാണ് കൊത്തിയെടുത്തത്. ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചെമ്പും അകത്ത് പിത്തളയും കൊണ്ട് നിർമ്മാണം പൂർത്തിയായ ശേഷം ക്ഷേത്രം മുഴുവൻ അഷ്ടമുടിക്കായലിന്റെ തീരത്ത് കൊണ്ടുവന്നെത്തിച്ചു. തിരുവിതാംകൂർ മഹാരാജാവ് വന്ന് പരിശോധിച്ച് നിർമ്മാണത്തിൽ സംതൃപ്തനാവുകയും ക്ഷേത്രം ശബരിമലയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ഓരോ ഭാഗങ്ങളായി അഴിച്ചെടുത്ത് കോട്ടയം കോടിമാത കടവിലെത്തിച്ചു. അവിടെ നിന്ന് മുഴുവൻ സാമഗ്രികളും റാന്നി വഴി പമ്പയിലേക്കും അവിടെ നിന്ന് ശബരിമലയിലേക്കും കൊണ്ടുപോകാനാണ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ശബരിമലയിലെ സാമഗ്രികൾ മുഴുവൻ മുണ്ടക്കയം വഴി കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു. കോട്ടയത്ത് നിന്നും മുണ്ടക്കയം പടിഞ്ഞാറേപ്പാറ എസ്റ്റേറ്റിൽ സാധനങ്ങൾ എത്തിക്കുവാൻ 8 ദിവസമെടുത്തു. പിന്നീട് 450 തൊഴിലാളികൾ ചേർന്ന് തലച്ചുമടായി ക്ഷേത്രഭാഗങ്ങൾ പമ്പ വഴി സന്നിധാനത്തിലേക്ക് എത്തിച്ചു. അവരിൽ 200 പേർ കൊച്ചുമ്മൻ മുതലാളിയുടെ പണിക്കാർ തന്നെയായിരുന്നു. വലിയ ഗ്രാനൈറ്റ് സാമഗ്രികൾ മുതൽ ചെറിയ തടി നഖങ്ങൾ വരെയുള്ള വസ്തുക്കളിൽ ഉൾപ്പെടുന്ന മുഴുവൻ സാധനങ്ങളും തലയിലും തോളിലും എടുത്ത് സംഘം കൊടുവനത്തിലൂടെ നീങ്ങിയപ്പോൾ അവിടെ എല്ലാത്തരം വന്യമൃഗങ്ങളെയും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. കൊച്ചുമ്മന്റെ അംഗരക്ഷകരായ പട്ടാണി സാഹേബും കൊച്ചുവീട്ടിൽ കുഞ്ഞുവറീത് തൊഴിലാളികൾ മറ്റു വിദഗ്ധരായ ആശാരിമാർ എന്നിവരുമായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. 4 മാസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ശബരിമലയിലെത്തി. ക്ഷേത്രത്തിന്റെ കരിങ്കല്ല് പണി തീർന്നപ്പോൾ കൊച്ചുമ്മൻ മുതലാളി മാവേലിക്കരയിലേക്ക് മടങ്ങിയെങ്കിലും പണി തുടർന്നു. വർഷങ്ങളായി തന്നെ അലട്ടിയിരുന്ന പ്രമേഹത്തിന്റെ ശല്യം രൂക്ഷമായതിനാൽ അന്നത്തെ കാലത്തെ ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വന്നു. 1082 മിഥുനം 10 ക്ഷേത്രത്തിന്റെ പണി തീരുന്നതിന് മുൻപ് തന്നെ കൊച്ചുമ്മൻ രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടു. അതോടെ ക്ഷേത്രം പണി പാതി വഴിയിലായി. ഏറ്റെടുക്കുവാൻ ആർക്കും ധൈര്യവുമില്ല. അദ്ദേഹത്തിന്റെ മക്കളാകട്ടെ 12 വയസ്സിൽ താഴെയുള്ളവരും. അങ്ങനെ ഭർത്താവ് ഏറ്റെടുത്ത ചരിത്ര നിയോഗം പാതി വഴിയിൽ നിലയ്ക്കരുതെന്ന് വിചാരിച്ച ഭാര്യ അക്കാമ കുടുംബ സുഹൃത്തും പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരിയുമായ വടക്കേ തലക്കൽ സ്കറിയ കത്തനാരുടെ സഹായത്തോടെ കത്തനാർക്ക് പവർ ഓഫ് അറ്റോർണി നൽകി. അങ്ങനെ പണി പുനരാരംഭിക്കുകയും ചെയ്തു. പ്രവൃത്തിയുടെ മേൽനോട്ടം നയിക്കുവാൻ അന്നത്തെ ചെങ്ങന്നൂർ തഹസീൽദാർ MC നാരായണപിള്ളയെ സർക്കാർ ചുമതലപ്പെടുത്തി. സ്കറിയ കത്തനാരുടെ നിർദ്ദേശപ്രകാരം പണി വേഗത്തിൽ പൂർത്തിയാക്കി. ഒടുവിൽ സ്കറിയ കത്തനാര് ബില്ലുണ്ടാക്കി തിരുവനന്തപുരത്ത് അധികൃതരെ സമീപിച്ചപ്പോൾ സമ്മതിച്ച തുകയിൽ നിന്നും അക്കാലത്ത് 38,000 രൂപ വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. റാന്നിയിലൂടെ പോകേണ്ടിയിരുന്നതിനു പകരം മുണ്ടക്കയം വഴി സാധനങ്ങൾ മലയിലേക്ക്
കടത്തിയതാണ് ബില്ലിൽ കിഴിവ് വരുത്തുവാൻ കാരണമായത്. അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള വലിയൊരു തിരിച്ചടിയും കൂടിയായിരുന്നു ഇത്. അങ്ങനെ പോളച്ചിറക്കൽ കൊച്ചുമ്മൻ എന്ന കരാറുകാരന്റെ കുടുംബ പണത്തിന് ബുദ്ധിമുട്ട് വന്നെങ്കിലും അവർ ശബരിമലയുടെ പണി പാതി വഴിയിൽ നിർത്താതെ മുഴുവനും പൂർത്തിയാക്കി. ഇന്ന് ശബരിമലയുടെ സൗകര്യങ്ങളും ഭക്തപ്രവാഹവും എത്ര കണ്ടു മാറിയിരിക്കുന്നു. ഓരോ മണ്ഡലകാലം വരുമ്പോഴും ക്ഷേത്രം വാർത്തകളിൽ നിറയുന്നുണ്ടെങ്കിലും കൊച്ചുമ്മൻ കോൺട്രാക്ടറെ കുറിച്ച് നമ്മളിൽ പലർക്കും അറിയില്ല. ഇന്ന് കാണുന്ന ശബരിമല ക്ഷേത്രത്തിന് കൊച്ചുമ്മന്റെ കുടുംബത്തോടും നാം കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 5ാം തലമുറയിലുള്ള കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ മാവേലിക്കരയിലുള്ളത്. ക്ഷേത്ര നിർമ്മാണം നടത്തിയതിന്റെ പ്രത്യുപകാരമായി സന്നിധാനത്ത് വഞ്ചി വെക്കുവാനുള്ള അവകാശം പോളച്ചിറക്കൽ കുടുംബത്തിന് ലഭിച്ചിരുന്നുവെങ്കിലും കൊച്ചുമ്മന്റെ മൂത്ത മകൻ വിനയപൂർവ്വം ആ അവകാശം വേണ്ടെന്ന് വെച്ചു. ഒരു ചരിത്ര നിയോഗത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ അവസരം ലഭിച്ചതിന്റെ ചാരിതാർത്ഥ്യം അതുമാത്രം മതിയായിരിക്കാം ആ കുടുംബത്തിന്.